ഹലോ ഗായ്സ്, വെൽക്കം ടു മല്ലു ടൈം ട്രാവലർ. ഇന്നത്തെ നമ്മളുടെ യാത്ര അനന്തഗിരി ഹിൽസിലോട്ടാണ്. ഹൈദരാബാദിൻ്റെ തിക്കും തിരക്കും ഒന്നുമില്ലാതെ അനന്തഗിരി ഹിൽസിൻ്റെ പച്ചപ്പിലേക്ക് ഒരു യാത്ര. ഫസ്റ്റത്തെ നമ്മുടെ കടമ്പ വിശപ്പ് മാറ്റുക എന്നുള്ളതായിരുന്നു കാലത്ത് തന്നെ. അങ്ങനെ ടിഫിൻസിൻ്റെ കടയിൽ കയറി നമ്മളൊരു മസാല ദോശയും കാപ്പിയൊക്കെ കുടിച്ച് വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അധികം വാഹനങ്ങളൊന്നുമില്ല. കാലത്തായതിൻ്റെ പേരിൽ ഒരു 6 മണി 6:00 കൂട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കലെ ചില റൂട്ടുകളൊക്കെ മനസ്സിലാവാതെ വന്നിരുന്നു. എന്നാലും നമ്മളുടെ ഗൂഗിൾ മാപ്പിൽ ചേച്ചി കാരണം നമ്മൾ കറക്റ്റ് വഴിയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. പറയാൻ വയ്യ, ട്രാഫിക്കും ഇല്ല, നല്ല റോഡും ആയതിൻ്റെ പേരിൽ നല്ല അടിച്ചു വിട്ട് പോകാനും പറ്റി നമുക്ക്. അങ്ങനെ പോകുന്ന വഴിയാണ് നമ്മൾ കമൽദം എന്ന് പറഞ്ഞ ഈ അമ്പലം കണ്ടത്. അവിടെ ഒന്ന് കയറി ഒന്ന് പോന്നു. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തോന്നുന്നു. കാണുമ്പോൾ നമ്മുടെ കേരളത്തിലെത്തിയ ഒരു പ്രതീതിയാണ് ശരിക്കും തോന്നിയത്. ഈ മരങ്ങളും അങ്ങനെ തിക്കും തിരക്കും ഒന്നുമില്ല. അതായത് കുറേ ബിൽഡിങ്ങുകൾ മാത്രമുള്ള ഹൈദരാബാദിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് കേരളത്തിൻ്റെ ഏതൊരു ഭാഗത്തേക്ക് എത്തിയ ഒരു ഫീലായിരുന്നു നമുക്ക് ശരിക്കും ആ വഴിക്ക് പോണ സമയത്ത് തോന്നിയിരുന്നത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എത്താറായി. നമ്മൾ പല കാടുകളുടെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോയി ലാസ്റ്റ് നമ്മൾ ആ പച്ചപ്പുകൾ മാത്രം, അതായത് അവിടെ കൃഷികളും ഈ ചെടികളും മരങ്ങളും മാത്രമുള്ള ആ ഒരു സ്ഥലത്തേക്കായി നമ്മൾ എത്തിത്തുടങ്ങി. പോകുന്ന വഴി തന്നെ നമ്മൾ അനന്തഗിരി ഹിൽസിലോട്ട് വെൽക്കം ബോർഡൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ആ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല സൂപ്പർ സ്ഥലം, പറയാൻ പറ്റില്ല. അങ്ങനെ അതായത് വാക്കുകൾക്ക് അതീതെന്ന് പറയുന്ന പോലത്തെ ഒരു പച്ചപ്പൊക്കെ ഉള്ള ഒരു ഏരിയ. നമ്മളിവിടേക്ക് വന്നപ്പോൾ തന്നെ നമ്മളോട് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞിരുന്നു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും വെള്ളച്ചാട്ടത്തിൽ ഇത്തിരിയേ വെള്ളമൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. പോട്ടെ, സാരില്ല, നമ്മളങ്ങനെ കയറി ഇറങ്ങാന്നുള്ള രീതിക്ക് തന്നെ അവിടെ നിന്ന് ടിക്കറ്റും എടുത്ത് ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കല്ലേ. മേലെത്തിയപ്പോൾ ഇത്തിരി ക്ഷീണം തോന്നി. എന്നാലും ആ മേലെത്തിയപ്പോഴുള്ള ഒരു കാഴ്ച കാണുമ്പോൾ ഒരു സന്തോഷം നമുക്ക് തോന്നും എന്തായാലും. അനന്തഗിരി ഹിൽസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫോറസ്റ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചൊരു ഫീലിംഗ് ആയിരുന്നു. അതായത് ഇതുവഴി പോവുക അതുവഴി പോവുക അങ്ങനെയുള്ള ബോർഡുകളൊന്നും ഇല്ലാതെ നമുക്കിഷ്ടപ്പെട്ട വഴി, നമുക്ക് ഏത് ഭാഗത്തേക്കാണോ പോകേണ്ടത് ആ ഭാഗത്തേക്ക് കയറി പോകാം, അല്ലെങ്കിൽ ഏത് വഴി കൂടെയും പോകാം. അങ്ങനെയുള്ള ഒരു സ്ഥലമാണത് ശരിക്കും. അതായത് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. വളരെ പീസ്ഫുള്ളായ നല്ല വണ്ണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ട്രെക്കിംഗ് അനുഭവം. അങ്ങനെ തന്നെ ഇത് സിമ്പിളാണ്. അങ്ങനെ നമ്മൾ അനന്തഗിരി ഹിൽസൊക്കെ കണ്ട് തിരിച്ചു മടങ്ങാണ്. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഇത്രയും നേരം നമ്മുടെ മിസ്റ്റർ അമൽ കാർത്തിക് ആയിരുന്നല്ലോ ഡ്രൈവ് ചെയ്തത്. അപ്പോൾ മൂപ്പർക്ക് കുറച്ച് പാസഞ്ചർ പ്രിൻസ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ തന്നെ ഡ്രൈവൊക്കെ ചെയ്ത് കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ ഓടിച്ച് അങ്ങനെ പോവാണ്. അങ്ങനെ ഈ വീക്കെൻഡിൽ പ്രതീക്ഷിക്കാത്ത ഒരു ഔട്ടിംഗ് ആയിരുന്നു അനന്തഗിരി ഹിൽസ്. സൂപ്പർ സ്ഥലം.